വെൽക്കം ബാക്ക് ടു പൊന്നുരുളി. ഈ വൻപയറിനെ നമുക്ക് നല്ലൊരു വൻപയർ തോരനാക്കുന്നത് എങ്ങനെയെന്ന് കാണണ്ടേ? ഒട്ടുമിക്കവരും ഇഷ്ടപ്പെടുന്ന വൻപയർ തോരൻ വെച്ചാൽ കഞ്ഞിക്കും ചോറിനും ഒക്കെ നല്ല ഒന്നാം തരം കൂട്ടാനാണ്. ആദ്യം തന്നെ പയർ നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് മുങ്ങിക്കിടക്കാവുന്നതിലും അധികം വെള്ളമൊഴിച്ച് 3-4 വിസിൽ വരുന്നത് വരെ വേവിക്കുന്നു. അരപ്പിനായി 1-1.5 പിടി തേങ്ങയിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി, ഒരൽപ്പം ജീരകം, പാകത്തിന് ഉപ്പ്, എരിവിനാവശ്യമായ മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരു തണ്ട് കറിവേപ്പില എന്നിവ തോരൻ്റെ പാകത്തിന് ചതയ്ക്കുന്നു. സ്റ്റീം പോയ ശേഷം കുക്കർ തുറന്നപ്പോൾ പയർ നന്നായി വെന്തു. എക്സസായ വെള്ളം ഊറ്റി മാറ്റി. അരപ്പും തയ്യാറായി, പയറും വെന്തു. ഇനി തോരൻ തയ്യാറാക്കാം. അടുപ്പിൽ ചീനച്ചട്ടി വെച്ച ശേഷം അതിലേക്ക് ഒരൽപ്പം എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ച് അരപ്പ് അതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നു. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ കൂടി അതിലിട്ട് നല്ലപോലെ ഇളക്കി 1-2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അധികം വിലയില്ലാത്ത എന്നാൽ സുലഭമായ നല്ലൊരു സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് വൻപയർ. ചെറുപയറും അതേപോലെ തന്നെ. ഇതേ രീതിയിൽ ചെറുപയറും തോരൻ വയ്ക്കാം കേട്ടോ. പുഴുക്ക്, ഓലൻ അങ്ങനെ പല പല കറികളിലും വൻപയർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം വൻപയർ മെഴുക്കുവരട്ടിയും വൻപയർ തോരനുമാണ്. നിങ്ങൾക്ക് വൻപയർ എങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടം എന്ന് കമൻസിൽ പറയും. 1-2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച ശേഷം തുറന്ന് തോരൻ നന്നായി ഇളക്കി തീ നിർത്തി വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഭവം ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിഭവം ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ബൈ ബൈ.